ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. പ്രഥമസ്കന്ധഃ. പ്രഥമം ദശകം. ദശകം 1. ഭഗവത് മഹിമാനുവർണ്ണനം. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥവും വിവരണവും. സാന്ദ്രാനന്ദാവബോധാത്മകം, പരിപൂർണമായി നിറഞ്ഞ് ഒരു പഴുതുമില്ലാതെ അവിഛിന്നമായി ആനന്ദാനുഭവമാകുന്ന സ്വരൂപത്തോടു കൂടി ഈ വിധം എന്ന് തുല്യപ്പെടുത്തുവാൻ സാധ്യമാകാതെ അനുപമിതം കാലദേശാവധികളിൽ നിന്ന് വേർപെട്ട് നിർമുക്തം നിത്യമുക്തം മായാബന്ധിതങ്ങളായ സുഖ ദുഃഖങ്ങൾക്ക് ബന്ധം ഇല്ലാതെ അനേകം ഉപനിഷത് വാക്യങ്ങളാൽ, അതായത് നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം, നിഗമശതസഹസ്രേണ അനേകം ഉപനിഷത് വാക്യങ്ങളാൽ വ്യക്തമായി പ്രതിപാദിക്കപ്പെട്ടതും നിർഭാസ്യമാനം അസ്പഷ്ടം. ആർക്കാണ് അസ്പഷ്ടമാവുന്നത്? പരിശുദ്ധ സത്വഗുണികൾ അല്ലാത്തവരിൽ പ്രകാശിക്കാത്തതും ദൃഷ്ടമാത്രേ പുനഃ ഉരു പുരുഷാർത്ഥകം, പരമപുരുഷാർത്ഥ സ്വരൂപവും ആയ, ആർക്ക്? ശുദ്ധ സത്വ ഗുണനിധികൾക്ക് മാത്രം സ്വാനുഭവപ്പെടുന്ന പരമപുരുഷാർത്ഥ സ്വരൂപവും ആയ ബ്രഹ്മം യാതൊന്നോ, ബ്രഹ്മതത്വം, ആ തത്വം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യക്ഷമായി പ്രശോഭിക്കുന്നതല്ലോ. ആ ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഹാ പുണ്യപുരുഷന്മാരായ മനുഷ്യരുടെ മഹാഭാഗ്യം തന്നെ കലിയുഗത്തിൽ. നിത്യവും പരിപൂർണവുമായ ആനന്ദം, ജ്ഞാനം ഇവയാകുന്ന സ്വരൂപത്തോടു കൂടിയ, ഉപമ ഇല്ലാത്തതും കാലം ദേശം ഇവയെ കൊണ്ടുള്ള അവധികളോട് വേർപെട്ടതും തത് കാര്യങ്ങളായ ദേഹദികൾ ഇവയിൽ നിന്ന് എന്നും മുക്തമായിട്ടുള്ളതും അനേക വേദ ഉപനിഷത് വാക്യങ്ങളാൽ അത്യധികം പ്രകാശിപ്പിക്കപ്പെട്ടതും സ്പഷ്ടമല്ലാതെ ദർശിക്കപ്പെട്ട ക്ഷണത്തിൽ തന്നെ പരമ പുരുഷാർത്ഥമായ മോക്ഷസ്വരൂപത്തോടുകൂടിയതും പരമാർത്ഥമായി സ്ഥിതി ചെയ്യുന്നതും ആയ ബ്രഹ്മം യാതൊന്നുണ്ടോ അതുതന്നെയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ, ആ മഹാക്ഷേത്രത്തിൽ പ്രത്യക്ഷമായി വിളങ്ങുന്നത്. കലിയുഗത്തിൽ ജനങ്ങളുടെ ഭാഗ്യവിശേഷം തന്നെ എന്ന് ഭട്ടതിരിപ്പാട് ആശ്ചര്യപ്പെടുന്നു.